ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ വൈകിയതിനെ വിമർശിച്ച് കോൺഗ്രസ്. പേരുവിവരങ്ങൾ മറച്ചുവെച്ചതോടെ കേന്ദ്ര സർക്കാർ വീരമൃത്യു വരിച്ച സൈനികരെ അവഗണിച്ചുവെന്ന് പവൻ ഖേര കുറ്റപ്പെടുത്തി. ജവാന്മാരോട് കാട്ടിയത് കടുത്ത അനീതിയാണ് എന്നും പവൻ ഖേര. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ 6 പേരുടെ പേര് വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്ത് വിട്ടിരിക്കുന്നത്. അത് അനാദരവാണ് എന്നാണ് കോൺഗ്രസ് വിമർശനം. മാധു, ഓപ്പറേഷൻ സിന്ദൂർ നടന്ന് 1 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ രാജ്യത്തുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചോ വീരമൃത്യു വരിച്ച ജവാന്മാരെക്കുറിച്ചോ കേന്ദ്ര സർക്കാർ ഒരു വിശദീകരണമോ വിവരങ്ങളോ നൽകിയിരുന്നില്ല. അതിന് പിന്നാലെയാണ് ദേശീയ യുദ്ധസ്മാരകത്തിൽ 6 സൈനികർ വീരമൃത്യു വരിച്ച അവരുടെ പേരുകൾ ഇപ്പോൾ ഇന്നലെ ആലേഖനം ചെയ്ത്. ഇത് പേരുകൾ എന്ന് പറയുന്നത് സുബേദാർ മേജർ പവൻകുമാർ, ഒപ്പം റൈഫിൾമാൻ സുനിൽകുമാർ, ലാൻസ് നായിക് ദിനേശ് കുമാർ, ഏവിയേഷൻ ടെക്നീഷ്യൻ മൂത് മുരളി നായിക്, ഒപ്പം ഹവീൽദാർ സുനിൽകുമാർ, സാർജന്റ് സുരേന്ദ്രകുമാർ എന്നിവരുടെ പേരുകളാണ് ദേശീയ യുദ്ധസ്മാരകത്തിൽ ഇന്നലെ പതിച്ചത്. ഇതിൽ കോൺഗ്രസ് ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കാരണം സാധാരണഗതി നമുക്കറിയാം, ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയാണെങ്കിൽ അവരുടെ നാട്ടിലേക്ക് അവരുടെ ഭൗതിക ശരീരം എത്തിക്കുമ്പോൾ വലിയ ആദരവ് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു വലിയ ദൗത്യത്തിന്റെ ഭാഗമായും വീരമൃത്യു വരിച്ച ആളുകളുടെ പേരുകൾ ആ സമയത്ത് പ്രഖ്യാപിക്കാതെ ഇത്ര വൈകി പ്രഖ്യാപിച്ചിരിക്കുന്നത് സൈനികർ കാണിച്ചിരിക്കുന്ന അനാദരവാണ് എന്നാണ് പവൻ ഖേര വിമർശനം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഈ പേര് വിവരങ്ങൾ പുറത്തേക്ക് വിട്ടില്ല എന്ന ചോദ്യം പവൻ ഖേരയും കോൺഗ്രസും ഉന്നയിക്കുന്നു. ഈ അലംഭാവം ലജ്ജാകരമാണ് എന്നും ഇത് ധീരജവാന്മാരോട് കാട്ടിയ കടുത്ത അനീതിയാണ് എന്നുമാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. നമ്മുടെ നാട്ടിൽ പല സൈനികരും രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായി അവരുടെ ഭൗതിക ശരീരത്തിലേക്ക് എത്തുമ്പോൾ വലിയ ആദരവ് നാട്ടിൽ നിന്ന് നൽകുന്നത് ഏറ്റുവാങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ 4 ദിവസമായി 88 മണിക്കൂർ നീണ്ടുനിന്ന വലിയ ഓപ്പറേഷനാണ്. അതിൽ വീരമൃത്യു വരിച്ച 6 ജവാന്മാരുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ എന്താണെങ്കിലും പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇത് ആ സൈനികരോട് കാണിച്ച വലിയ അനാദരവാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുന്നത്. മാധു, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി വീരമൃത്യു വരിച്ച 6 സൈനികരുടെ വിവരങ്ങൾ ഇപ്പോഴാണ് സേന അല്ലെങ്കിൽ കേന്ദ്രം പുറത്തുവിടുന്നത്. ഇത്രയും നാൾ അത് പുറത്തേക്ക് വിടാതിരുന്നത്, ഒളിപ്പിച്ചു വെച്ചത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് എന്ന വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്.